കേരളത്തിലിരുന്ന് പോലും നിങ്ങൾക്ക് ഏത് ന്യൂനപക്ഷക്കാരനെതിരെയും എന്ത് വൃത്തികേടും പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഈ ഭരണകൂടം നിറവേറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റത്തിനകത്ത് പെട്ടുകഴിഞ്ഞിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഹിന്ദുത്വ വാച്ചിൻ്റെയും ഹെയ്റ്റ് ലാബിൻ്റെയും ഒക്കെ റിപ്പോർട്ട്സിലുള്ളതെന്ന് കാണേണ്ട. കേരളത്തിലടക്കം ഏത് തരത്തിലുള്ള വംശീയതയും വൃത്തികേടും വിളിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നടപടിയെടുക്കാത്തവർ അതിനെ പിന്തുണയ്ക്കുകയോ അതിനോ എൻകറേജ് ചെയ്യുകയോ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മുടെ ഭരണകൂടമുണ്ട്. ഹെയ്റ്റ് സ്പീച്ചുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് രാജ്യത്തെ നമ്മൾ നേരിടുന്ന ദുരിതം എന്താണെന്ന് പരിശോധിച്ചാൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമത്തേത്, ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് നേരെ വംശീയമായ ആക്രമണത്തിനുള്ള ആഹ്വാനം നടത്തുന്നു. ആ ആഹ്വാനം നടത്തുന്നതിൻ്റെ പ്രധാന കങ്കാണിയായി രാജ്യത്തെ ഭരണനായകൻ തന്നെ നിൽക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഉള്ളവർ അവരുടെ ഹെയ്റ്റ് സ്പീച്ച് കോൺട്രിബ്യൂഷൻസുമായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, അപ്പോൾ അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് ഈ പറഞ്ഞ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് മാത്രമാണ്. മറ്റൊന്ന്, ഈ ഹെയ്റ്റ് പൊളിറ്റിക്സും രാജ്യത്തിനാകമാനം ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമുണ്ട്. എന്താണത്? അത് ഈ പറഞ്ഞ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നും പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥും അമിത്ഷായും ഒക്കെ ഇവിടുത്തെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. മെജോറിറ്റി കമ്മ്യൂണിറ്റി സേഫ് ആണെന്ന്. സത്യത്തിൽ ആലോചിച്ചു, സേഫ് മെജോറിറ്റി കമ്മ്യൂണിറ്റി കൂടി അപകടത്തിലാവുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളെ അപ്രസക്തമാക്കുകയാണ്. അതായത് നമ്മുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളല്ല ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നോക്കൂ, അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നു ഇന്ത്യയിലെ പ്രധാന പണി എന്താണ്? ഇന്ത്യയിലെ പ്രധാന പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പണി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്നതാണ്. നമ്മൾ AI യുഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ രാജ്യം എന്തായിരിക്കണം? നാളെ നമ്മുടെ രാജ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണെന്ന വംശീയമായ നുണ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. ഞാൻ ജയിച്ചില്ലെങ്കിൽ 80-20% കൊണ്ടുപോകും, 80% വല്ലതും വേണമെങ്കിൽ എന്നെ വിജയിപ്പിക്കുമെന്ന് പ്രസംഗിക്കുകയാണ് യോഗി ആദിത്യനാഥ്. എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, മറ്റവന്മാർക്ക് വേണ്ടിയല്ല എന്ന് പരസ്യമായി പ്രസംഗിക്കുകയാണ്. 2002 നമ്മൾ പാഠം പഠിപ്പിച്ചു അക്രമികളെ എന്ന് പ്രസംഗിക്കുന്നത് ആരാണ്? അമിത്ഷായാണ്. 2002 ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, ഓർക്കണം. ഇതാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രസംഗം. അതിലൊരുതരം പ്രത്യേകമായ ആവേശം കൊള്ളിക്കുകയാണ്. നമ്മൾ രാമക്ഷേത്രം നിർമ്മിച്ചു, അപ്പോൾ നിങ്ങൾ സമാധാനത്തിലിരിക്കുകയാണോ? നമുക്കിനി ഏതൊക്കെ പള്ളികൾ കിട്ടാനുണ്ട്, അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുന്നു. അവിടെ ഈ പറയുന്ന മൈനിങ് നടത്തുന്നു, അവിടെ സർവേ നടത്തുന്നു, അതിൻ്റെ പേരിൽ വെടിവെപ്പ് നടക്കുന്നു, 5-6 പേര് കൊല്ലപ്പെടുന്നു. നിരന്തരമായി മനുഷ്യരെ ഈ പറയുന്ന സാമുദായിക വൈരത്തിൽ കുടുക്കിയിടുക വഴി അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ, എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന കാര്യമാണ്, ജീവിത പ്രശ്നങ്ങൾ വിസ്മൃതിയിലാവുകയാണ്. അതിൻ്റെ ഇരകളാരാണ്? രാജ്യത്തെ 140 കോടി മനുഷ്യരും അതിൻ്റെ ഇരകളാണ്. എന്തുകൊണ്ടാണ് ഗ്യാസിൻ്റെ സബ്സിഡി പറയാതെ നിർത്തിയത്? അത് കിട്ടുമോ? അതോ നിർത്തിയോ? ഇപ്പോഴും ഈ ഭരണകൂടം ഉത്തരം പറഞ്ഞിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉത്തരവില്ല. അപ്പോൾ ആ ചോദ്യം നമ്മൾ ഉറക്കെ ചോദിക്കുമ്പോൾ എന്താ ഭരണകൂടം പറയുന്നത്? ഗ്യാൻവാപി പൊളിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയാണ് എല്ലാവരും. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടക്കം 85-86 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന പെട്രോൾ എന്തിനാണ് 106 തരുന്നത് എന്ന ചോദ്യം നമുക്കുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. അതിന് മുമ്പ് അവരെന്ത് ചെയ്യും? രാമനവമിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും മസ്ജിദിന് മുമ്പ് പടക്കം പൊട്ടിച്ച് സീൻ ഉണ്ടാക്കി കളയും. അപ്പോൾ ഇതിൻ്റെ ഇരകൾ ആരൊക്കെയാണ്? ഇതിൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ മാത്രമാണോ? ഒരിക്കലുമല്ല. പ്രതിവർഷം 2 കോടി തൊഴിലുണ്ടാക്കുമെന്ന് പറഞ്ഞ് സർക്കാർ 3 ലക്ഷം തൊഴിലുകൾ ഇപ്പോഴും റെയിൽവേയിൽ മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. എന്താ ഞങ്ങൾ എടുക്കാത്തത്? അഗ്നിവീർ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടാക്കി നിങ്ങൾ സൈന്യത്തിൽ പ്രതീക്ഷയുമായിരുന്ന ഞങ്ങളുടെ കരിയർ മോഹങ്ങളെ തച്ചുടച്ചത് എന്താണ്? വലിയ സമരം ഉണ്ടായല്ലോ. ഗവൺമെൻറ് മറുപടി പറത്തില്ല. ഗവൺമെൻറ് ഇത്തരം സംഗതികളിലേക്ക് എല്ലാവരെയും കുരുക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യം, തൊഴിലിനെ, നമ്മുടെ അരിയെ, നമ്മുടെ അതിജീവനത്തെ, സകലതിനെയും ബാധിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കുടുക്കിയിടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോക്താവായി നിൽക്കുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഒക്കെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ലോകം നമ്മളെ നോക്കി പറയുകയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി ഇതാണ്. അപ്പോൾ അത് നേരത്തെ സാർ പറഞ്ഞ പോലെ യൂസ്ഡ് ആയി കഴിഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരെ ഒരാൾ പച്ചയ്ക്ക് ഹേറ്റ് വിളിച്ച് പറഞ്ഞാലും ഈ രാജ്യത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുമല്ലോ മതനിരപേക്ഷ ജനാധിപത്യ കേരളം, ഇവിടെ ഞങ്ങൾ ഞെട്ടും, ഇവിടെ ഞങ്ങളത് എടുക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ PC ജോർജ് ഹൈക്കോടതിയിൽ പോയി സമ്പൂർണ്ണ സംരക്ഷണം അയാൾക്ക് കിട്ടുന്നത് വരെ പോലീസ് ഭിത്തിക്കപ്പുറത്ത് നിന്നു. എന്താണെന്ന് വെച്ചാൽ പോയി നേടിക്കൊന്നു. ഇവിടെ ഭരിക്കുന്ന ആരാണ്? ഇവിടെ ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ സർക്കാർ ഭരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ കേരളത്തിൽ, ഞാൻ പറഞ്ഞ ഈ കേരളത്തിലും നമ്മളിപ്പോൾ ഈ ഹെയ്റ്റ് ലാബിൻ്റെയും ഹിന്ദുത്വ വാച്ചിൻ്റെയും ഒക്കെ റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള എന്തൊക്കെയോ സംഗതികൾ നടക്കുകയാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്താണ്? കേരളത്തിലിരുന്ന് പോലും നിങ്ങൾക്ക് ഏത് ന്യൂനപക്ഷക്കാരനെതിരെയും എന്ത് വൃത്തികേടും പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഈ ഭരണകൂടം നിറവേറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റത്തിനകത്ത് പെട്ടുകഴിഞ്ഞിരിക്കുന്നു.
അവിടെ മാത്രമാണോ? ഫേസ്ബുക്കിൽ എന്തുമാത്രം വംശീയമായ വൃത്തികേടുകൾ ആരെല്ലാം എഴുതിയിട്ടുണ്ട്, ആർക്കെല്ലാം ഇതിലെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് പരാതികൾ പോയിട്ടുണ്ട്, എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ആൾക്കാർ നടപടി എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഹിന്ദുത്വ വാച്ചിൻ്റെയും ഹേറ്റ് ലാബിൻ്റെയും ഒക്കെ റിപ്പോർട്ട്സിലുള്ളതെന്ന് കാണേണ്ട, ഈ കേരളത്തിലടക്കം ഏത് തരത്തിലുള്ള വംശീയതയും വൃത്തികേടും വിളിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നടപടിയെടുക്കാത്തവർ നടപടിയെടുക്കാത്തവരടുത്ത് അതിനെ പിന്തുണയ്ക്കുകയോ അതിനോ എൻകറേജ് ചെയ്യുകയോ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മുടെ ഭരണകൂടമുണ്ട്. ഈ ഭരണകൂടം ഒരു വർഗീയ ഭരണകൂടമാണെന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. പക്ഷേ വർഗീയത എന്ന് പറയുന്ന അടിസ്ഥാന പ്രശ്നത്തോട് ഒരു കണിശ സമീപനവുമില്ലാത്ത ഒരു ലോക്കൽ ഭരണകൂടത്തിനോട് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് PC ജോർജിൻ്റെ എക്സാമ്പിൾ. അതുകൊണ്ട് ഇത് നമ്മൾ പറയുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചില്ല. കാരണം ഇത് നമ്മുടെ രാഷ്ട്ര ശരീരത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 100 വർഷത്തോളം എടുത്തിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഈ രാഷ്ട്ര ശരീരത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇറക്കി വിടാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJP കിട്ടിയില്ല. ഫൈസാബാദിൽ ക്ഷേത്രം ഉണ്ടാക്കിയ സ്ഥലത്തടക്കം BJP തോറ്റുപോയി. അവിടെ എന്താണ് മനുഷ്യർ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പതിയെ. എത്ര കാലം നമ്മൾ അമ്പലത്തെക്കുറിച്ച്, എത്ര കാലം പള്ളികളെക്കുറിച്ച് നമ്മൾ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അരി വേണ്ടേ, നമ്മുടെ കുട്ടികൾക്ക് പാല് വേണ്ടേ, നമുക്ക് ജോലി വേണ്ടേ എന്ന് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ ഹേറ്റ് പൂർണ്ണമായും വിഴുങ്ങാതെ മാറ്റി വോട്ട് ചെയ്ത മനുഷ്യരിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇത് ആർക്കെങ്കിലും ഇതിലെ പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമാണ് ഇതിന് ഇരകളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ചും അറ്റാക്സും ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻസിനെതിരെയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാലും സൗത്ത് ഇന്ത്യയിൽ തന്നെ പലയിടത്തും അവരുടെ ഞായറാഴ്ച കുർബാനകൾ അനുവദിക്കുന്നില്ല, ഒത്തുചേരൽ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യും? ഒന്നിൽ ആക്രമിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മതപരിവർത്തന നിരോധന നിയമം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ട്. ആ നിരോധന നിയമം ഉപയോഗിച്ച് പിടിച്ചകത്തിട്ട് കളയും. അങ്ങനെ വലിയ തോതിലുള്ള പ്രോസിക്യൂഷൻ അനുഭവിക്കുകയാണ്. 270 പള്ളികളാണ് മണിപ്പൂർ തകർത്തത്. അവർ നേരത്തെ സ്കെച്ചിട്ട് വച്ചതുപോലെ പിറ്റേന്ന് തന്നെ ഞങ്ങളുടെ പള്ളികളിലേക്ക് വഴിതെറ്റാതെ വന്ന് തകർത്തു എന്നാണ് ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞത്. അത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമാണ് ഇതിൻ്റെ ഇരകൾ, അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇത് അടിസ്ഥാനപരമായി ഈ രാഷ്ട്രത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അത് മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിൽ പങ്കാളിയാവുക എന്നുള്ളത് നമ്മളെയും മറ്റുള്ളവരുടെ ഇത് കേൾക്കുന്നവരുടെയും എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഞാൻ പറയും.